കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവിനാൽ മരിക്കപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിന് പ്രിയരായി ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിപ്പാൻ കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ നാടുകടത്തപ്പെട്ടവനായ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേഖനായി പാർക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിൻ്റെ വിവശതയിലേക്ക് വേർതിരിക്കപ്പെട്ടു. ആരുമില്ലാത്ത ദ്വീപിൽ തന്നോട് ചേർന്നിരുന്ന് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിപ്പാൻ തൻ്റെ സഹഭടന്മാരാരുമില്ലാത്ത ആ ദ്വീപിൽ തനിക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട അനേകരുടെ ശവശരീരങ്ങൾ ഛിന്നഭിന്നമായി കിടപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ അതിൽ നിന്നുയരുന്ന ദുർഗന്ധത്തിൻ്റെ നടുവിലെ മേഘനാണ്. അതിശക്തമായ തിരമാലകൾ പാറക്കെട്ടിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അതിൽ നിന്നുയരുന്ന ശബ്ദത്തിൻ്റെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിന് നടുവിലെ മേഘനാണ്. തൻ്റെ മരണം കാണുവാൻ തനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുണ്ട്, വിഷസർപ്പങ്ങളുണ്ട്. ഇരുട്ട് ജീവനെ മൂടുമ്പോൾ ഇരുട്ടിൽ മറഞ്ഞ് ഭയപ്പെടുന്ന ശ്രമിക്കുന്ന വന്യമൃഗങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ പാർക്കുമ്പോൾ ഈ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിൽ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ ആരെന്ന് കാണുവാൻ മുഖം തിരിച്ചപ്പോൾ യോഹന്നാൻ കണ്ട കാഴ്ച തൻ്റെ ഗുരുവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. നിലവിളക്കിൻ്റെ നടുവിൽ നിലങ്കി ധരിച്ച് മറുത്ത് പൊൻകച്ച് കെട്ടി വെള്ളൂടിന് സദൃശമുള്ള കാലുള്ളവനായി, ആ കണ്ണുകൾ അഗ്നിജാലിക്കത്തുള്ള കണ്ണുകൾ, തലയും തലമുടി വെളുത്ത് ഹിമത്തേക്കാൾ വെള്ളയായി തീർന്നിരിക്കും. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖദേശ് തേജസ്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. കർത്താവിൻ്റെ വായിൽ നിന്ന് ഇരുവായുത്തല വാൾ പുറപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ യോഹന്നാൻ വെളിപ്പെടുത്തി അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അപ്പോൾ യോഹന്നാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. മുഖ തേജസ് യോഹന്നാൻ കാണുകയാണ്. ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിൽ ആട്ടിടയ ചെറുക്കനെക്കുറിച്ച് ശൂനേംകാരത്തി പെൺകുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, സുന്ദരൻ. ആ ഇടയ ചെറുക്കനായിട്ട് വെളിപ്പെട്ടത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ പെൺകുട്ടി മണവാട്ടി സഭയാണ്. അപ്പോൾ മണവാട്ടി തൻ്റെ പ്രിയനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ. അത്രമാത്രം തേജസ്സുള്ളവൻ, സുന്ദരൻ, കോമകൻ. എബ്രായ ലേഖന കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് നിർമ്മലൻ, നിർദോഷം, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ട് സ്വർഗത്തേക്കാൾ ഉന്നതൻ, പവിത്രൻ. അപ്പോൾ കർത്താവ് ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്. അവൻ്റെ മുഖം തേജസ്സേറിയ മുഖം, ശോഭയേറിയ മുഖം. അങ്ങനെയുള്ള കർത്താവിൻ്റെ മുഖം ഒരിക്കൽ യോഹന്നാൻ ഗോൽഗോഥയിൽ ദർശിച്ചത് ശോഭയുള്ള ഒരു മുഖമായിരുന്നില്ല. ആ മുഖം ആകമാനം വികൃതമായിരിക്കും. പ്രവചന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ കണ്ടാൽ രൂപഗുണമില്ലാത്തവനായി തീർന്നു. ശിരസിൽ മുൾക്കിരീടം ധരിച്ചിരിക്കും. ആ മുള്ള തറച്ച് ഇറക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് രക്തം ധാരധാരയായി ഒഴുകി
അത് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ആകമാനം രൂപഗുണമില്ലാത്ത കർത്താവിനെ യോഹന്നാൻ കാൽവറിയിൽ ദർശിച്ചു. എന്നാൽ ഒക്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രൂപഗുണമില്ലാത്തവനായിട്ടല്ല, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖ തേജസ്, തേജോമയനായ കർത്താവിൻ്റെ തേജസ് യോഹന്നാൻ കണ്ടു. അപ്പോൾ നമ്മുടെ കർത്താവ് കാൽവറിയിൽ രൂപഗുണം നഷ്ടപ്പെട്ടവനായി തീർന്നതിൻ്റെ പിന്നിലെ രഹസ്യം, ഏദേൻ തോട്ടത്തിൽ രൂപഗുണം നഷ്ടപ്പെട്ട മനുഷ്യനെ രൂപഗുണമുള്ളവനാക്കി തീർക്കുവാൻ സ്വർഗീയനായ ക്രിസ്തു രൂപഗുണമില്ലാത്തവനായി തീർന്നു. തൻ്റെ തേജസ് മാറ്റിവെച്ചു. ആ പ്രഭാശോഭ, സൂര്യനെ വെല്ലുന്ന തേജസ് അല്പസമയത്തേക്ക് നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി മാറ്റിവെച്ചു. ഏദേൻ തോട്ടത്തിൽ മനുഷ്യനായിരുന്ന കാലഘട്ടത്തിൽ ദൈവ തേജസ്സിനാൽ അവൻ മൂടപ്പെട്ടിരുന്നു. അതവനാൽ നഷ്ടപ്പെട്ടു. അതിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തേജോമയനായ കർത്താവ് മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ വരികയും അല്പസമയത്തേക്ക് തൻ്റെ തേജസ് മനുഷ്യന് വേണ്ടി മാറ്റിവെച്ചു. അവൻ രൂപഗുണമില്ലാത്തവനായി തീർന്നു. എന്നാൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്സുള്ളവനായി. അതാണ് യോഹന്നാൻ കണ്ടത്, വെളിപ്പെടുത്തിയത്. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖ തേജസ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് നീതി സൂര്യനായിട്ട് വെളിപ്പെടും. മലാക്കി പ്രവാചക പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഓ സാക്ഷാൽ സൂര്യനായ, നീതി സൂര്യനായ കർത്താവിനെ യോഹന്നാൻ ദർശിക്കുമ്പോൾ സൂര്യനെ വെല്ലുന്ന ശോഭ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ നീതി സൂര്യൻ്റെ മടങ്ങി വരവടുത്തിരിക്കുന്നു. കർത്താവ് ഉലൂമലയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ അതേ ഉലൂമലയിൽ നീതി സൂര്യനായി കാലുകൾ കുത്തുവാൻ കാലമെടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, തേജോമയനായ കർത്താവിൻ്റെ ആ തേജസ്സേറിയ മുഖം ദർശിക്കുവാൻ, കൺമുൻപിൽ കാണുവാൻ സമയമെടുത്തിരിക്കുന്നു. സമയം സമാഗതമായിരിക്കുന്നു. എത്ര പേരത് കാണുവാൻ ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേർ അതിനുവേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ, ശ്രവിക്കുമ്പോൾ നീതി സൂര്യനായി വെളിപ്പെടുന്ന കർത്താവിനെ കൺമുമ്പിൽ കൺകുളിറക്കി കണ്ട് സന്തോഷിക്കുവാൻ, അപ്പാ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് ആത്മാർത്ഥതയോടെ പറയാം, ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം കർത്താവിൻ്റെ മുഖം സൂര്യനെ വെല്ലുന്ന തേജസ് കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ആ ഒരു തേജസ്സിലേക്ക് ചേർക്കപ്പെടുവാൻ നാം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? 10 കന്യകമാരിൽ 5 പേർ ഒരുക്കമുള്ളവരായി, 5 പേര് നഷ്ടപ്പെട്ടു. ആ ഒരുക്കമുള്ള കന്യകമാരെ പോലെ സാക്ഷാൽ മണവാളനായ ക്രിസ്തു നീതി സൂര്യനായി സൂര്യനെ വെല്ലുന്ന മുഖ തേജസ് കൊണ്ട് വെളിപ്പെടുമ്പോൾ ആ കർത്താവിനോടുകൂടെ മടിയറയിൽ പ്രവേശിക്കാം. എൻ്റെ കർത്താവ് സുന്ദരൻ, ശ്രേഷ്ഠൻ, യോഗ്യൻ. അവനെപ്പോലെ യോഗ്യനായ ഒരുവൻ വേറെയില്ല.
സാക്ഷാൽ മുന്തിരിവള്ളി, പുനരുദ്ധാരവും ജീവനും, വഴിയും സത്യവും ജീവനും, ഇടയനായി വെളിപ്പെട്ടവൻ, ജീവൻ്റെ അപ്പമായി വെളിപ്പെട്ടവൻ, ലോകത്തിൻ്റെ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വെളിച്ചം ഉറക്കെ പ്രഖ്യാപിച്ചവൻ, വന്നവൻ, മടങ്ങിപ്പോൻ, വീണ്ടും വരുന്നവൻ, അൽഭയൊമയ്ക്കും ആദ്യനും അന്തിനും ഭൂരാജാക്കന്മാർക്ക് അധിപതി, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയവൻ, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആ പ്രകാശത്തിൻ്റെ വലയത്തിൽ പാർക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.